പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് തുറക്കാനുള്ള കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പാക്കാതെ മുഴുവനായി തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഴംപൊരിക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവ് നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നമ്മളെല്ലാം ഒന്ന് കുഴച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ചുട്ടെടുക്കണം. അങ്ങനെ നമ്മൾ ചപ്പാത്തി എല്ലാം ഒന്ന് ബോൾസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4 മണി ആ ഒരു സമയം അടുപ്പിച്ചാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 4 മണിക്ക് നമ്മൾ കിച്ചണിൽ വന്നിട്ട് ഏകദേശം ഒരു 6-6:15 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പരിപാടിയെല്ലാം അങ്ങ് കഴിയും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ദിക്കാടുമായി ഞാനും കൂടിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തി ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പുറത്ത് അടുപ്പിലായിട്ട് നമ്മൾ പഴംപൊരിയും കൂടെ അങ്ങ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അതിന് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ മാവിൽ മുക്കി പഴമൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചപ്പാത്തി എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണല്ലോ. അപ്പം നമ്മൾ കുറച്ച് സമയം അധികം ചപ്പാത്തിക്ക് കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രസ്സിലാണ് കേട്ടോ ചപ്പാത്തി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളല്ലാതെ പരത്തി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രസ്സിലായിട്ടാണ് ചപ്പാത്തി എല്ലാം ഒന്ന് പരത്തിയെല്ലാം എടുക്കുന്നത്. അങ്ങനെ നമ്മൾ വേഗം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ റിച്ചൂട്ടനൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം അവൻ നല്ലൊരു ഉറക്കമാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പഴംപൊരിയെല്ലാം ഒരു സൈഡെല്ലാം ഒന്ന് റെഡി ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ തിരിച്ചൊന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നമ്മളൊന്ന് പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്നത്തെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നത് മസാലക്കറിയാണ് കേട്ടോ. നമ്മൾ ക്യാരറ്റും തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു മസാലക്കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കറിൽ പെട്ടെന്ന് മുട്ടയും ഒന്ന് പുഴുങ്ങാൻ വെച്ചതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കിഴങ്ങ് ക്യാരറ്റും തക്കാളിയും അതെല്ലാം നമ്മളൊന്ന് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് അങ്ങ് ചെയ്തു വെക്കും കേട്ടോ. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് എളുപ്പമാവില്ല. അപ്പം നമ്മൾ അരിയാനൊക്കെ ഉള്ളത് നമ്മൾ ഉച്ചയ്ക്ക് ആ ഒരു സമയത്ത് തന്നെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കും. പിന്നെ നമ്മൾ ആ ഒരു 4 മണി ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ കുക്കിങ്ങിനായിട്ട് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചധികം തന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു മസാലക്കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ഫ്ലേവറും ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിക്ക് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അങ്ങനെ അതും ഒന്ന് റെഡിയാക്കാനായിട്ട് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തണ്ണിമത്തങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ തണ്ണിമത്തങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ജ്യൂസും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ പഴവും പാലും ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ഒക്കെ അടിക്കുന്ന അടിപൊളി ഷേക്കാണ് കേട്ടോ ഇന്നപ്പോൾ അടിച്ചെടുക്കുന്നത്. അങ്ങനെ അത് അടിച്ചെടുക്കാനായിട്ട് ഞാൻ പിന്നെ പഴമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റാതെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിച്ചൂട്ടനുള്ളത് കൊണ്ട് അവൻ കുറച്ച് നിർബന്ധം വാശിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് വീഡിയോസിൽ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പാലൊക്കെ ഒഴിച്ചു. പിന്നെ ഇതിനകത്ത് ബൂസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് വിട്ടുപോയി കേട്ടോ വീഡിയോയിൽ കാണിക്കാനായിട്ട്. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ഷേക്കൊക്കെ അടിച്ചെടുത്തു. പിന്നെ ചായക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചായ കൂടി ഇട്ടിട്ട് നമുക്കെല്ലാം ഒന്ന് ടേബിളിൻ്റെ മുമ്പിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സമയം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേ നമ്മുടെ പരിപാടികളിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇതെല്ലാതും ഒന്ന് കൊണ്ട് സെറ്റാക്കി വെക്കണം ടേബിളിലോട്ട്. പിന്നെ നമ്മൾ പള്ളിക്കഞ്ഞിയും കൂടി ഇക്ക പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പിന്നെ നമ്മൾ പഴംപൊരിയും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ ടേബിളിലേക്ക് ഒന്ന് നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇഫ്താറിൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ പൊരിച്ച ആ ഒരു പഴംപൊരി വലിയ കുഴപ്പമില്ലാത്തൊരു പഴംപൊരി ആയിരുന്നു കേട്ടോ. അപ്പം അതും പിന്നെ ചപ്പാത്തി, നമ്മുടെ മസാലക്കറി, പിന്നെ ജ്യൂസ്, പിന്നെ കുറച്ച് നട്ട്സ്, ഈത്തപ്പഴം, പിന്നെ നമ്മൾ പള്ളിക്കഞ്ഞി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഓക്കേ.